അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പൊ പറഞ്ഞ എന്താണ്? പാർട്ടി പറഞ്ഞത് അനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര വയലന്റ് ആണ്ട് വന്ന എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച, അതിന് കാരണക്കാരായ പോലീസ്, ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കുവോ? പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നെ മതവർഗീയവാദിയാക്കാനുള്ള പരിശ്രമ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്ന വൈകുന്നേരം 2:30 മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം 3:30 തീരുന്നത്. അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം വർഗീയവാദിയാക്കാനുള്ള ശ്രമ. എനിക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? 150 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു. എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരിമാരെ നിങ്ങളെ മുമ്പിൽ കൊടുന്ന് എന്താ പറയാ കാണിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? എന്റെ ചെറുപ്പത്തെ എന്റെ മുലകുടി ബന്ധം വരെ നമ്മൾക്കിവിടെ പറയേണ്ടി വന്നു. അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ? ഇപ്പൊ CPMന്റെ ലീഡർഷിപ്പാ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി ഇത് അതിലപ്പുറത്തേക്ക് കേസും കൂട്ടവും ജയിലിലടക്കം വരട്ടെ, നമുക്ക് നോക്കാം. രാഷ്ട്രീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് താങ്കളുടെ ഒരു അധിക ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. ഏതാ? ഈ വർഗീയവാദി പട്ടം ചാർത്തുന്നു, അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവനല്ല. ഇനി ഞാനത് പറഞ്ഞു നടക്കാനുമില്ല. ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു. വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല. ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി ആ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഈ പറയുന്ന സെക്യുലറാണ്, എന്റെ കുടുംബം, പാരമ്പര്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷെ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സൂചനയൊക്കെയായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിലേക്ക് കൃത്യമായിട്ട് താങ്കൾ കടന്നില്ല. എന്താണെങ്കിലും കൃത്യമായൊരു ചിത്രം വന്നിട്ടില്ലേ മനസ്സിൽ? എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒറ്റക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയല്ലല്ലോ വേണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. കാരണം പബ്ലിക്കിനെ നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം. ഇപ്പൊ നമ്മളെ സർവേ റിപ്പോർട്ട് എന്നെ സർവേ ഇട്ടിരുന്നല്ലോ. ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോയേ. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്ക്, ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ? നിങ്ങളൊക്കെ ഇപ്പൊ എത്ര ദിവസം എന്റെ കൂടെ ഉണ്ടാവും? അല്ല, ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം എന്താ? ഇപ്പൊ ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയാ, കല്യാണം കഴിക്കുമ്പോൾ അതിനൊരു ചൊല്ലുണ്ട്. 2ാമത്തെ ചൊല്ല് ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ വാരി പുണർന്ന് എന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തെ സ്ഥിതിയുണ്ട്. പിന്നെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. 2ാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. ഇനി 3ാമത്തെ കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താവും അറിയാം. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വിട്ടിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. മനസ്സിലായോ? എനിക്കതിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെന്റ് ഉണ്ട്. ഒന്നുമില്ലാതെ വെറുതെ ഇപ്പൊ ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്നാ. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്.
ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങള് മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. എന്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്ന ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ്. നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മളെ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ, അൻവറിന്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും. അൻവറിന്റെ കുടുംബക്കാരും അൻവറിന്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ 150 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പൊ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളുണ്ടാവും. അപ്പം അത് വേറെ, അത് ഒരു പേഴ്സണൽ റിലേഷന്റെ ഭാഗമാണ്. കൺവീനർ പറഞ്ഞ ഇന്നത്തെ വിശദീകരണം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അത് അധികാരം നീണ്ടു നിൽക്കില്ല എന്നൊക്കെയാണ് കൺവീനറുടെ ഒരു വിലയിരുത്തൽ. മുപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. വാപ്പ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാ ഞാനെന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? അവിടെ പോയി നോക്കി തടയണുണ്ടോന്ന്. എവിടെ പോയിട്ട് ഒരു മാന്തണ് ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടൊരു വാറോല കൊടുക്കും, അതിന് ഓർഡർ വരും. ഞാൻ ആ വഴിക്കന്നെ പോകില്ല. ഇപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നു. ഹൈ സ്പീഡ് മെഷീനുകൾ വരും. മുഖ്യമന്ത്രി ഇന്നിപ്പോ ദേശീയ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ ഉയരാനുള്ള കാരണം അത് സ്വർണ്ണക്കടത്ത് പണമൊക്കെ പിടിച്ചതിന്റെ അസ്വസ്ഥതയാണെന്നാണ്. ഇപ്പൊ ആവർത്തിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിന് അറിയില്ലേ? 3.5 കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണല്ലോ. സഖാക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങള്. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തുവിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ, അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തുവിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ആയിസന്റെ ഇവന്റെ ഏജന്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവര് പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ഇതാർക്ക് കൊടുത്തു, ഈ 3 ആളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം ഒരുക്കാന് ഇപ്പൊ ഇവരീ പറയുന്നുണ്ട് തട്ടാന്റെ അടുത്താണുള്ളത് സെറ്റിൽമെന്റ്, ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 6000 റുപ്യ കൊടുക്കണം. പിന്നെ ചാർജ്, ആർക്ക്? തട്ടാന്റെ ചാർജ്. അപ്പൊ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം റുപ്യോളം ഇതുവരെ പിടിച്ച ഈ കേസിന് തട്ടാന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫണ്ടാണ്? പോലീസുകാർ കേസിന് എടുത്തു കൊടുത്തോ? പരിശോധിക്കണ്ടേ?